ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്കുണ്ടായത്. ഇതിനർത്ഥം പുസ്തകം എന്നാണ്. ബൈബിളിൽ 73 പുസ്തകങ്ങളാണുള്ളത്. പഴയ നിയമം, പുതിയ നിയമം എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുമാണുള്ളത്. അവ നമുക്ക് പരിചയപ്പെടാം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം, ജോഷ്വ, ന്യായാധിപന്മാർ, റൂത്ത്, 1 സാമുവേൽ, 2 സാമുവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്ര, നെഹേമിയ, തോബിത്ത്, യൂദിത്ത്, എസ്തർ, 1 മക്കബായ, 2 മക്കബായ, ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗകൻ, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ ഏശയ്യ, ജെറമിയ, വിലാപങ്ങൾ, ബാറൂക്ക്, എസക്കിയേൽ, ദാനിയേൽ, ഹോസിയ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹും, ഹബബുക്ക്, സഫാനിയ, ഹഗായി, സക്കറിയ, മലാക്കി, മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ, റോമ, 1 കൊറിന്തോസ്, 2 കൊറിന്തോസ്, ഗലാത്തിയ, എഫേസോസ്, ഫിലിപ്പി, കൊളോസോസ്, 1 തെസലോനിക്ക, 2 തെസലോനിക്ക, 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലേമോൻ, ഹെബ്രായർ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ്, വെളിപാട്. ഈ 73 പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് വിശുദ്ധ ഗ്രന്ഥം. നന്ദി.